നമസ്കാരം, LKC വാർത്തയിലേക്ക് സ്വാഗതം. ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റി UK-യിലെ മലയാളികളുടെ ആദ്യകാല കുടിയേറ്റം മുതൽ ഏറ്റവും സജീവമായ സംഘടനയാണ്. ഏകദേശം 800-ൽ പരം ഫാമിലി മെമ്പർഷിപ്പുള്ള ലെസ്റ്ററിലെ മലയാളികളുടെ പൊതുവായ ഏക കൂട്ടായ്മ കൂടിയാണ് LKC എന്ന ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റി. മലയാളികളുടെ പൊതു ആഘോഷമായ ഓണം പ്രൗഢഗംഭീരമായി ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ അണിയറ പ്രവർത്തകർ. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ജെയ്സൺ ലൈനിലുണ്ട്. ഹലോ ജെയ്സൺ, ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷം എന്തൊക്കെയായി? ഒരുക്കങ്ങൾ എവിടെ വരെയായി? ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ 2024 പൊന്നോണം 2024 വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ ലെസ്റ്റർ മലയാളി കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോർജ് കട്ടാമ്പള്ളി ചേട്ടൻ്റെ അടുത്താണുള്ളത്. നമുക്ക് ചേട്ടനോട് ഈ വർഷത്തെ ഓണ പരിപാടികളെക്കുറിച്ച് വിശദമായിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാവുന്നതാണ്. ഓക്കെ ജോർജ് ചേട്ടാ, നമ്മുടെ ഈ കഴിഞ്ഞ പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലും നമ്മുടെ കുടിയേറ്റത്തിനെതിരെ നടന്ന വംശീയമായ അധിക്ഷേപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഈ വർഷത്തെ ഓണം ഇത്രമാത്രം ആശങ്കാജനകമാണ്, അല്ലെങ്കിൽ ഈ വർഷത്തെ ഓണം നടക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ളതായിട്ട് ചേട്ടൻ തോന്നുന്നു? ജയ്സ, തീർച്ചയായിട്ടും നമ്മുടെ ഓണപരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത മാതിരി തന്നെ മുമ്പോട്ട് പോകും. കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന തലമുറയാണ് നമ്മുടേത്. നമ്മുടെ പൂർവികരാണെങ്കിൽ പോലും പ്രകൃതി ദുരന്തങ്ങളോടും മറ്റും മല്ലടിച്ച് അവർ വിളവുണ്ടാക്കി ആ വിളവിനെ ആഘോഷിച്ചിട്ടുള്ളവരാണ് നമ്മുടെ പൂർവികർ. അപ്പോൾ ആ ഒരു സംസ്കാരത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതും. നമ്മുടെ ഓണപരിപാടി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മുൻനിശ്ചയ പ്രകാരം തന്നെ നമ്മുടെ ഓണപരിപാടി നടക്കും. കൂടാതെ നമ്മൾ വയനാടിന് വേണ്ടി വയനാട്ടിലെ പ്രകൃതി ദുരന്ത നിവാരണത്തിന് വേണ്ടി നമ്മുടെ LKCയുടെ പേരിലൊരു ഫണ്ട് റൈസിങ് നടക്കുന്നുണ്ട്. അതും നമുക്ക് അനുയോജ്യമായ കരങ്ങളിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതും ഈ ഓണപരിപാടിയോടൊപ്പം തന്നെ നമ്മൾ സംഘടിപ്പിച്ച് വരുന്നതാണ്. അപ്പം അതൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഓണം ഈ പ്രാവശ്യം നമ്മൾ മുൻനിശ്ചയ പ്രകാരം തന്നെ നടക്കും. നല്ല കാര്യം ജോർജ് ചേട്ടാ. തീർച്ചയായിട്ടും വയനാട്ടിലെ ദുരന്തത്തിൽ വിറങ്ങലിച്ചിരിക്കുന്ന അനേകം മനസ്സുകൾക്ക് ഒരു താങ്ങായിരിക്കും നമ്മുടെ ഈ ഫണ്ട് റേസിംഗ് തീർച്ചയായിട്ടും. പിന്നെ ഈ വർഷത്തെ ഈ ഓണ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദമാക്കാമോ ചേട്ടാ? ജയ്സൺ, നമ്മൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓണപരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. LKC എന്ന് പറയുന്ന സംഘടന ഏകദേശം 20 വർഷത്തിലേക്ക് കടക്കുകയാണ്. 20 വർഷമായി UK-യിലെ മലയാളികൾക്കിടയിൽ നടക്കുന്ന ഓണപരിപാടികളിൽ ഏറ്റവും മുൻപന്തിയിലാണ് ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ ഓണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടന്നിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ലെസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയൊരു ഓണപരിപാടി തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് സെപ്റ്റംബർ 7-ാം തീയതി ഓണക്കൊടിയേറ്റം എന്ന് പറയുന്ന ഒരു ഇതോടുകൂടിയാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓണക്കൊടിയേറ്റത്തിന് പൂക്കള മത്സരം ഉണ്ടാവും, അതേപോലെ തന്നെ പായസ മത്സരം ഉണ്ടാവും. അതായത് അവിയലും അതേപോലെ തന്നെ പായസവും ഉള്ള മത്സരം ഉണ്ടാവും. പഞ്ചഗുസ്തി മത്സരം ഉണ്ടാവും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പെയിൻറ്റിങ്, അതേപോലെ ഡ്രോയിങ് മത്സരങ്ങളുണ്ടാവും. കൂടാതെ നമ്മുടെ നാടൻ കായിക വിനോദങ്ങളായ പഞ്ചഗുസ്തി ഉണ്ടാവും. പിന്നെ സുന്ദരിക്ക് പൊട്ടുകിടുകൾ, അങ്ങനെയുള്ള ഓണക്കളികളുണ്ടാവും. ഇതെല്ലാം കൂടിയാണ് നമ്മളൊരു ഓണക്കൊടിയേറ്റം നടക്കുന്നത്. അത് സെപ്റ്റംബർ 7-ന് സെഡാർ സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, ലെസ്റ്ററിൽ. അതിനുശേഷം നമ്മുടെ ഓണ ആഘോഷം പ്രജാപതി ഹാളിൽ സെപ്റ്റംബർ 14-ാം തീയതിയാണ്. സെപ്റ്റംബർ 14-ാം തീയതി നമ്മൾ 11 മണിക്ക് ഓണസദ്യയോടുകൂടിയാണ് നമ്മുടെ ഓണപരിപാടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഏകദേശം 1500-ഓളം ഗസ്റ്റുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 1500 പേർക്ക് ഇലയിൽ സദ്യ നൽകുക എന്ന് പറഞ്ഞൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പം അതിനുശേഷം നമ്മുടെ ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങളുടെ കലാപരിപാടികളുണ്ടാവും. നിരവധി ഗസ്റ്റുകൾ എത്തുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ലെസ്റ്റർ സിറ്റി മേയർ അടക്കം നിരവധി ഗസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലെസ്റ്ററിലുള്ള മലയാളി സമൂഹം ഒന്നിച്ചു കൂടുന്ന ഏറ്റവും വലിയൊരു ആഘോഷമായിരിക്കും ലെസ്റ്ററിലെ ഓണം. ഈ വർഷത്തെ ഓണപരിപാടിക്ക് നമ്മുടെ ടിക്കറ്റ് നിരക്കുകളും അതുപോലെ ഗസ്റ്റുകളുടെ പ്രവേശനം എങ്ങനെയാണ് ലഭ്യമാകുന്നത് ഒന്ന് വിശദീകരിക്കാമോ? ഓണ ടിക്കറ്റുകൾ നമ്മൾ LKCയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് മെയിൻലി നമ്മുടെ LKC മെമ്പേഴ്സിനാണ് പ്രവേശനമുള്ളത്. ടിക്കറ്റ് അഡൾട്ട്സിന്, അതായത് 10 വയസ്സ് മേലോട്ടുള്ളവർക്ക് 15 പൗണ്ടാണ് എൻട്രി. അതേപോലെ തന്നെ കുട്ടികളിൽ 5 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 പൗണ്ടാണ്. അതേപോലെ തന്നെ LKC മെമ്പേഴ്സിൻ്റെ മാതാപിതാക്കൾ, ഇവിടെ വിസിറ്റിലുള്ള മാതാപിതാക്കൾക്ക് 60% ഡിസ്കൗണ്ടായിട്ട് ആണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നത്.
കൂടാതെ ഗസ്റ്റുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത് ലെസ്റ്ററിന് പുറത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ ഗസ്റ്റുകളായിട്ട് ഗസ്റ്റ് ടിക്കറ്റും നമുക്ക് ലഭ്യമാണ്. അത് ട്രഷറർ കയ്യിൽ നിന്നാണ് ഗസ്റ്റ് ടിക്കറ്റ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ജോർജ് ചേട്ടാ, ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ ഓരോ മെമ്പേഴ്സിന് വേണ്ടിയിട്ടും ഓണപരിപാടിയെക്കുറിച്ച് ഇത്രയധികം വിശദമായി വിശദീകരിച്ച് തന്നതിന് ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് ജോർജ് ചേട്ടന് വളരെയധികം നന്ദി പറയുന്നു. ക്യാമറമാൻ അഭിലാഷിനൊപ്പം LKS റിപ്പോർട്ടർ ജെയ്സൺ. അപ്പോൾ അതിമനോഹരമായ ഓണാഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. സ്റ്റേ ട്യൂൺ.